കഴിഞ്ഞ ദിവസം ചിറ്റഗോങ്ങിൽ നടന്ന സൈനിക അഭ്യാസ പ്രകടനം അത് നമുക്ക് അത്ര ഗുണകരമല്ല. അമേരിക്കയും ബംഗ്ലാദേശും ഒക്കെ കൂടെ ചേരുന്ന ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അത്ര ഗുണകരമാകില്ല എന്ന് നമ്മൾ കരുതുന്നത് തെറ്റുണ്ടോ? ഒട്ടും തെറ്റില്ല എന്ന് മാത്രമല്ല, അത് വലിയ ആശങ്കാജനകമാണെന്ന് ഇന്ത്യയോട് കൂറുള്ള മാധ്യമപ്രവർത്തകരൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ദേശീയ തലത്തിൽ ഇത്തരം ഇൻ്റർനാഷണൽ വാർത്തകളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും അത് ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റാണ് പൽക്കി ശർമ്മ. നമുക്കറിയാവുന്ന പോലെ പൽക്കി ശർമ്മ ഇന്ത്യയിലെ വനിതാ മാധ്യമപ്രവർത്തകർ, പൽക്കി ശർമ്മ ഉപാധ്യായ എന്നാണ് അവരുടെ പേര്. ഇന്ത്യയിലെ വനിതാ മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും ശ്രദ്ധേയയാണ്. അവർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മീഡിയയിലും വന്നിട്ടുണ്ട്. ദൂരദർശനിലാണ് അവർ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഹിന്ദുസ്ഥാൻ ടൈംസിലുണ്ടായിരുന്നു. വിഖ്യാതമായ ദേശീയ പത്രങ്ങളിലൊക്കെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. CNN-ലാണ് ഏറ്റവും ഒടുവിൽ. CNN-ൻ്റെ തന്നെ ന്യൂസ് 18-ൽ ഒരു ഡിജിറ്റൽ ന്യൂസിൻ്റെ, അതിൻ്റെ പേര് ഫസ്റ്റ് പോസ്റ്റ്, അതിൻ്റെ ഒരു വിങ്ങിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം. അതുകൊണ്ട് അവർ നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട് എല്ലാ ദിവസവും. എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയലിന് കാത്തിരിക്കുന്ന പോലെ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയില്ലേ, അതുപോലെ എല്ലാ ദിവസവും തിങ്കൾ ടു വെള്ളി വൈകുന്നേരം 9 മണിക്ക് ഈ അന്താരാഷ്ട്ര വാർത്തകളിൽ വലിയ താല്പര്യമുള്ള ഇന്ത്യക്കാർ മുഴുവൻ ഒരേ സമയം ഈ ഫസ്റ്റ് പോസ്റ്റിന് വേണ്ടി കാത്തിരിക്കും. ഫസ്റ്റ് പോസ്റ്റ് അതിന് വേണ്ടി കാത്തിരിക്കും. ആ പ്രോഗ്രാമിൻ്റെ പേര് വാൻറ്റേജ് വിത്ത് പൽക്കി ശർമ്മ എന്നാണ്. എന്ന് വെച്ചാൽ വാൻറ്റേജിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, അതായത് നമ്മുടെ ഒരു മേൽക്കൈ, നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ ലോകത്തെ കാണുക, ഇന്ത്യയുടെ കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന് ധാരാളം കാഴ്ചക്കാരുണ്ട്. ആ പ്രോഗ്രാമിൽ കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു എപ്പിസോഡാണ് ഇപ്പോൾ സിനുജി സൂചിപ്പിച്ച കാര്യം. എന്താണെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നടത്തുന്ന ഏറ്റവും അപകടം പിടിച്ചൊരു നീക്കം അമേരിക്ക ഇതേ സമയത്ത് തന്നെ ഒരു ഭാഗത്ത് നമ്മളോട് ഒത്തുതീർപ്പുണ്ടാക്കാനും ചർച്ച ചെയ്യാനൊക്കെ വരുന്നു. അതേ സമയത്ത് തന്നെ സൈനികമായൊരു നീക്കത്തിന് തന്നെ അവർ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണത്. നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അവർ എണ്ണി പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഫാക്ച്വലാണ്, വസ്തുതാപരമായത് മാത്രമേ, അദ്ദേഹം ഊഹം പറയുന്ന പ്രോഗ്രാം അല്ലാതെ. അതിലൊന്ന്, ചിറ്റഗോങ്ങിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ വ്യോമസേനാ വിമാനം വന്നിറങ്ങി. ചിറ്റഗോങ്ങിൽ ഒരു അമേരിക്കൻ വ്യോമസേനാ വിമാനം, അത് ഏതാണെന്ന് വെച്ചാൽ C-130J എന്ന് പറയുന്ന സൂപ്പർ ഹെർക്കുലിസ് വിമാനമാണ്. അത് സാധാരണഗതിയിൽ ഇറക്കാനും അത് പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. അത് സ്ഥിരമായി അമേരിക്ക കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത് ജപ്പാനിൽ അവർക്കുള്ള പ്രത്യേക താവളത്തിലാണ്. ജപ്പാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആ വിമാനം ഒരാവശ്യവുമില്ലാതെ അവിടുന്ന് പറത്തിക്കൊണ്ടുവന്ന് ചിറ്റഗോങ്ങിൽ ഇറക്കി. എന്തിന് എന്ന് അമേരിക്ക ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ വ്യോമസേനാ വിമാനം, സൈനിക വിമാനം കൊണ്ടുവന്ന് ഈ സൂപ്പർ ഹെർക്കുലിസ് C-130J വിമാനം കൊണ്ടുവന്ന് ജപ്പാനിൽ നിന്ന് ഒരു യുദ്ധകാല സാഹചര്യവും ഇല്ലാതെ തന്നെ അത് പറത്തിക്കൊണ്ടുവന്ന് ചിറ്റഗോങ്ങിൽ ഇറക്കിയിരിക്കുന്നു. അതെന്തിന് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം അവർ പറയുന്നത്, ഈ 2 മാസത്തിനുള്ളിൽ, നേരത്തെ പറഞ്ഞല്ലോ, 2 മാസത്തിനുള്ളിൽ 3 വലിയ സൈനിക അഭ്യാസങ്ങൾ അവിടെ നടന്നു. ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ, ഇക്കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ആദ്യം ഈ മൂന്ന് അഭ്യാസങ്ങൾക്കും അവർ പേരിട്ടിരിക്കുന്നത് 3 പേരാണ്. ഒന്നാമത് നടന്ന ജൂലൈ ലാസ്റ്റ് വീക്കിലാണ്. കഴിഞ്ഞ ജൂലൈ മാസം അവസാനത്തിൽ നടന്ന ആദ്യത്തെ പരേഡിന് ആരെ വിറപ്പിക്കാനാണ്, ആരെ ഞെട്ടിക്കാനാണ്, ആരെ കാണിക്കാനാണ് സൈനിക അഭ്യാസ പ്രകടനം. ഒന്നാമത്തേതിന് പറയുന്ന പേര് ടൈഗർ ലൈറ്റ്നിങ് എന്നാണ്. ടൈഗർ ലൈറ്റ്നിങ് എന്നുവെച്ചാൽ അറിയാലോ, ഒരു മിന്നൽ പിണർ പോലെ ഞങ്ങളിതാ ഒരുങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അവർ പറഞ്ഞത് ഞങ്ങൾ ഭീകരവാദികളെ പേടിപ്പിക്കാനാണ്. ആര്? ബംഗ്ലാദേശിലില്ലാത്ത ഏത് ഭീകരവാദിയാണ് പുറത്ത്? ഭീകരതയ്ക്കെതിരായി ഞങ്ങൾ നടത്തുന്ന ജംഗിൾ മിഷൻ, കാട്ടിനകത്ത് ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ തിരയാനാണ് ഈ ആകാശ പ്രകടനം നടത്തിയതെന്നാണ് അവർ പറയുന്നത്. അതാണ് ഒന്നാമത്തേത്, ജൂലൈ ലാസ്റ്റ്. അത് കഴിഞ്ഞ് കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമത്തേത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നടന്നത് ടൈഗർ ഷാർക്കാണ്. ടൈഗർ ഷാർക്ക്. അതിൽ ആ പ്രകടനത്തിൽ US സ്പെഷ്യൽ ഫോഴ്സ് തന്നെ പങ്കെടുത്തു. അമേരിക്കയുടെ സേന തന്നെ നേരിട്ട് പങ്കെടുത്തു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും അത്യന്താധുനികമായ ഉപകരണങ്ങൾ, ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ മുഴുവനും പ്രദർശിപ്പിച്ചു. എന്തിന്? പ്രധാനപ്പെട്ട ചോദ്യമാണത്. 2. മൂന്നാമത്തേതാണ് ഇക്കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ നടന്നത്. അതിൻ്റെ പേര് തന്നെ പസഫിക് ഏഞ്ചൽ 25-3 എന്നാണ്. പസഫിക് ആണ്, ഏഞ്ചലാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ അമേരിക്കയുടെ താല്പര്യം, അമേരിക്കയുടെ കളറും അമേരിക്കയുടെ പേരും മേൽവിലാസവും ഒക്കെ വളരെ പ്രകടമാണ്. പസഫിക് ഏഞ്ചൽ 25-3 2025 2025 നടക്കുന്ന പ്രകടനം. പക്ഷെ 3 എന്താ? സാധാരണ ഇതിൽ 3 ചേർക്കുന്നതിന് അർത്ഥമില്ല. പക്ഷേ 3 എന്താന്ന് ആ പ്രകടനത്തിൻ്റെ സ്വഭാവത്തിലുണ്ട്.
3 രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. 3 രാജ്യങ്ങളുടെ സേന ഒരുമിച്ച് ഇന്ത്യയുടെ അയൽപക്കത്ത് വന്ന് ഈ സ്വഭാവം അറിയാലോ, ഈ സ്ഥലത്തിൻ്റെ പേര് ചിറ്റഗോങ്. ചിറ്റഗോങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 3 രാജ്യങ്ങളുടെ സംഗമ സ്ഥലമാണ്. ഇന്ത്യയുടെ ബംഗ്ലാദേശിൻ്റെയും മിയാൻമറിൻ്റെയും, ഇന്ത്യ, ബർമ, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളുടെ സംഗമ സ്ഥാനമാണ്. 3 രാജ്യങ്ങളുടെ അതിർത്തിയോട് ചേർന്ന നഗരമാണ് ചിറ്റഗോങ്. അവിടെ കൊണ്ടുവന്നിട്ട് 3 രാജ്യങ്ങളുടെ സൈനിക പ്രകടനം. ഏതൊക്കെയാ? നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു രാജ്യം കൂടി ഈ കോക്കസിലേക്ക് കടന്നു വരികയാണ്. അമേരിക്ക ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം. ബംഗ്ലാദേശിൻ്റെ പാവയാണ് മുഹമ്മദ് യൂനുസും അവിടെ ഭരിക്കുന്ന ഭരണകൂടമൊക്കെ. പക്ഷേ ആ കൂട്ടത്തിലേക്ക് ഒരു കക്ഷി കൂടി വന്നിരിക്കുന്നു. അതാണ് ശ്രീലങ്ക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീലങ്കയിൽ സമാധാനം ഉണ്ടാക്കാൻ പോയിട്ട് ജീവൻ കൊടുത്തവരാണ് ഇന്ത്യൻ പട്ടാളക്കാർ. ആ ശ്രീലങ്ക ഇപ്പോൾ ഇന്ത്യയെ അപായപ്പെടുത്തുന്ന ഒരു പുതിയ സൈനിക കൂട്ടായ്മയിൽ അതിൻ്റെ പരിശീലനത്തിന് വന്നിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. അതാണ് 25-3 3 പരിശീലനങ്ങൾ. ഈ സമയത്ത് കൂട്ടത്തിൽ ഇന്നലെ ഇവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മുടെ പൽക്കി ശർമ്മ അവരുടെ പ്രോഗ്രാമിൽ ചോദിക്കുന്ന, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിനിടയിൽ നിങ്ങൾ കണ്ടോ, ഇതിനിടയിൽ ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ ജാക്സൺ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ ധാക്കയിൽ മരിച്ചല്ലോ. അതെ. എങ്ങനെ മരിച്ചു, ആര് കൊന്നു, എന്തിന് കൊന്നു എന്ന് ഇന്ന് വരെ അമേരിക്ക വെളിപ്പെടുത്തിയിട്ടില്ല. അമേരിക്കൻ പട്ടാളക്കാരൻ അവിടെ വന്ന് മരിക്കാനിടയായ സാഹചര്യം അമേരിക്കൻ ഇൻ്റലിജൻസ് പോലും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് പൽക്കി ശർമ്മ പറയുന്നത് ഇന്ത്യൻ ഇൻ്റലിജൻസും ഇന്ത്യൻ ചാര സംഘടനകളും ഇന്ത്യൻ ചാര സേവകന്മാരും ഒക്കെ വലിയ തോതിൽ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ അത് വെളിപ്പെടുമായിരിക്കും, അതിൻ്റെ കാരണം വെളിപ്പെടുമായിരിക്കും എന്നാണ് പറയുന്ന ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സങ്കീർണമാണ് കാര്യങ്ങൾ. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഉണ്ടായി വന്ന ഈ താരിഫ് യുദ്ധത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു നേട്ടം, അമേരിക്കയെ നേരിടാനുള്ള ഒരു പുതിയ മുന്നണി രൂപപ്പെടുകയും ആ മുന്നണിയിൽ ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ നമ്മൾ കണ്ട ഒരു കാഴ്ച, അമേരിക്കയ്ക്ക് വേണ്ടി ബംഗ്ലാദേശ് പണിയെടുക്കുമ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് ചൈനീസ് ആയുധങ്ങൾ കൊണ്ടാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ ഈ ഭീകരവാദികൾ വന്നത് ചൈന കൊടുത്ത ആയുധങ്ങൾ കൊണ്ടാണ്. ഇപ്പോഴത്തെ ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ, ഒരേ സമയത്ത് പാകിസ്ഥാൻ ഗവൺമെൻറ്, ഈ ബംഗ്ലാദേശ് ഗവൺമെൻറ്, മുഹമ്മദ് യൂനുസ് ഒരേ സമയത്ത് പാകിസ്ഥാൻ്റെ മടിയിൽ കിടക്കുകയും ചൈനയെ കൈനീട്ടി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ നടപടിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. പൽക്കി ശർമ്മ പറയുന്ന 2-3 ഉദാഹരണങ്ങൾ. ഏറ്റവും ഒടുവിൽ അവിടുത്തെ ഏറ്റവും വലിയൊരു നദീജല പദ്ധതി, തീസ്ത പദ്ധതി ഉണ്ടല്ലോ, ബംഗ്ലാദേശിലെ തീസ്ത പദ്ധതി $500 മില്യൺ പ്രോജക്റ്റാണ്. അതിന് സ്വദേശികളും വിദേശികളുമായ ഇന്ത്യൻ അദാനി ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ബിഡ് ചെയ്യാനുണ്ടായിപ്പോഴും ആ കമ്പനി ആ കരാർ കൊടുത്തിരിക്കുന്നത് ചൈനക്കാണ്. ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ബംഗ്ലാദേശ് സംരക്ഷിക്കുന്നു. 2, ചൈനീസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനാണ് ഏറ്റവും ആദ്യം. ഇപ്പോൾ മുഹമ്മദ് യൂനുസിൻ്റെ ഇടക്കാല ഗവൺമെൻറ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നതിന് മുമ്പ് തീരുമാനിച്ചിരിക്കുന്ന കാര്യം J-10 എന്ന് പറയുന്ന ചൈനീസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. അതും ചൈനയ്ക്ക് അനുകൂലമാണ്. വേറൊന്ന്, അമേരിക്ക ബംഗ്ലാദേശിൽ വലിയ താവളം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ വലിയൊരു തുറമുഖവും സൈനിക താവളവും ചൈനയ്ക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു ബംഗ്ലാദേശ്. അതുകൊണ്ട് വമ്പന്മാരുടെ ഒരു പോരാട്ട ഭൂമിയായി ബംഗ്ലാദേശ് മാറുകയാണ്. വമ്പന്മാരുടെ പോരാട്ട ഭൂമി എന്ന് പറഞ്ഞാൽ ചൈനക്ക് ബംഗ്ലാദേശിൽ താല്പര്യങ്ങളുണ്ട്, അമേരിക്കക്കും താല്പര്യങ്ങളുണ്ട്. സത്യത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എതിരായി ചൈന നമ്മളെ സഹായിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബംഗ്ലാദേശിനോട് കളിച്ചാൽ, ബംഗ്ലാദേശിനോട് മുട്ടുമ്പോൾ ഒരുപക്ഷെ ബംഗ്ലാദേശിനെ ഒരു നിലക്ക് നിർത്തേണ്ട ഒരു ഘട്ടം വന്നാൽ ചൈന എന്ത് നിലപാടെടുക്കുമെന്ന് പോലും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവില്ല എന്നാണ് പൽക്കി ശർമ്മ പറയുന്നത്. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു പരിധിക്കപ്പുറം അക്കാര്യത്തിൽ ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി അവരും ഒരു പക്ഷേ നിഷ്പക്ഷതയെങ്കിലും പാലിച്ചുകൂടായികയില്ല. നിർണായകമായൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഉള്ളത്. ബംഗ്ലാദേശ് കേന്ദ്രമാക്കി അമേരിക്ക ഇന്ത്യക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ ഒരു കൂട്ടാളിയെ കൂടി ചേർത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ശ്രീലങ്കയെ കൂടി ചേർത്തുകൊണ്ട് ബംഗ്ലാദേശും ഒരു കാര്യം ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും വലിയ ശത്രുക്കളാണെങ്കിലും പാകിസ്ഥാനും ചേർന്നേക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് അപകടം പിടിച്ച ചില സാഹചര്യങ്ങൾ ബംഗ്ലാദേശിൻ്റെ ആകാശത്തിൽ ഉരുണ്ടുകൂടുന്നു എന്നതാണ് ചിറ്റഗോങ്ങിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്നാണ് ഇന്ത്യയിലെ ദേശീയ പ്രാധാന്യമുള്ള ജേർണലിസ്റ്റായിട്ടുള്ള പൽക്കി ശർമ്മ ഉപാധ്യായ, രാജസ്ഥാൻകാരിയാണ്,
തീർച്ചയായിട്ടും അവരുടെ വാക്കുകൾക്ക് വസ്തുതയുടെ പിൻബലമുണ്ട്, അവർക്ക് വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് ജാഗ്രതയോടെ ഇന്ത്യ ഗവൺമെൻറ്റും നമ്മുടെ രാജ്യരക്ഷാ വകുപ്പും നല്ല ശ്രദ്ധ കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കുമായിരിക്കും. എന്തായാലും അത് ജനങ്ങളെ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ജാഗ്രതയോടെ ബംഗ്ലാദേശിലേക്ക് നോക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.